നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ ഏറ്റവും വലിയ മഹായുദ്ധമായി മാറിയിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ LDFിന്റെ മുന്നേറ്റമാണ് പരക്കെ കാണുന്നത്. UDFിന് വൻ തിരിച്ചടി തന്നെ ഉണ്ടായിരിക്കുന്നു. BJPയുടെ നില മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവർ പ്രതീക്ഷിച്ച അർത്ഥത്തിലേക്ക് ആ മെച്ചപ്പെടൽ പോയിട്ടുണ്ടോ? SNDP BJP സഖ്യത്തിന് എന്താണ് സംഭവിച്ചത്? സംസ്ഥാനത്തെ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏതർത്ഥത്തിലേക്ക് പോയി? എന്തായാലും ഏറ്റവും ആദ്യം നമ്മൾ BJPയുടെ ശ്രീ PS ശ്രീധരൻപിള്ളയും അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇവിടുത്തെ അതിഥികളിലേക്ക് തന്നെ നമ്മൾ കോൺഗ്രസ് ആണല്ലോ ഇപ്പോൾ തിരിച്ചടി നേടിയതായി പറയുന്നത്. ശ്രീ ജേക്കബ് ജോർജിലേക്ക് വരുന്നതിന് മുമ്പ് ഷാഹിദ കമാൽ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു തുടങ്ങിയതാണ്, അടികിട്ടിയ പാർട്ടി നിങ്ങളുടേതാണ്. ഏറ്റവും വലിയ അടി തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. അത് മാത്രമായി കാണണ്ട, പാലായിലും ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയുടെ നാട്ടിലുമൊക്കെ അല്ലറ ചില്ലറ നേട്ടങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു നിൽക്കാനുണ്ടെങ്കിൽ കൂടി പൊതുവെ കോൺഗ്രസിന് പ്രശ്നങ്ങളാണ്. തീർച്ചയായിട്ടും ഞങ്ങളത് സമ്മതിക്കുന്നുണ്ടല്ലോ. കോൺഗ്രസിന് പരാജയം സംഭവിച്ചു എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ പറയുന്നില്ലല്ലോ. തീർച്ചയായിട്ടും അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ഒന്നാമത്തെ കാര്യം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ടതായി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഐക്യ ജനാധിപത്യ മുന്നണി അല്ലല്ല, വോട്ട് കിട്ടിയില്ല. വോട്ട് കിട്ടാത്തതുകൊണ്ടാണല്ലോ ഞങ്ങളിപ്പോ പിന്നെ പോയത്. അത് രണ്ടാമത്തെ കാര്യം. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വന്നിട്ടുള്ള കുറച്ച് അപാകതകളുണ്ട്. മിക്ക സ്ഥലങ്ങളിലും റിവൽ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും കോർപ്പറേഷനുകളിലും അതുപോലെ തന്നെ പിന്നെ മുനിസിപ്പാലിറ്റികളിലും ഒക്കെ തന്നെ സംഭവിച്ചത്. നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ച സമയത്ത് ഓരോ ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചു, അതല്ലെങ്കിൽ ആ മേഖലകളിലൊക്കെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങളെ ബാധിച്ചു. നിങ്ങളുടെ സംഘടന നേരായ വഴിക്കല്ല പോകുന്നത്. അതുകൊണ്ട് നല്ല സ്ഥാനാർത്ഥികളെ നിർത്താൻ പറ്റില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു ജനാധിപത്യ പാർട്ടിയാണ്. ഞങ്ങളെ പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും അത് ചർച്ച ചെയ്യപ്പെടുകയും അത് വരുന്ന നിയമസഭാ രണ്ടാമത്തെ കാര്യമായി സ്ഥാനാർത്ഥികളെ നിർത്തിയതാണ് പ്രശ്നം. മൂന്നാമത്തെ എല്ലാം എന്ന് ഞാൻ പറഞ്ഞില്ല. ചില സ്ഥലങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥി നിർണ്ണയത്തിനകത്തുണ്ടായ അപാകതകൾ, പ്രത്യേകിച്ചും ഈ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്തിൽ അത്രയും വന്നിട്ടില്ല. ഈ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയിലും വന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പരാജയപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥികളും റിബൽ സ്ഥാനാർത്ഥികളുടെയും കൂടെ വോട്ടിംഗ് നമ്മളൊന്ന് പരിശോധിക്കണം. അപ്പോൾ ജയിച്ച സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ വോട്ടുണ്ട്. പക്ഷേ ജനാധിപത്യത്തിൽ ഒരു വോട്ട് കിട്ടിയാലും ജയിച്ചതായിട്ട് അംഗീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ പരാജയത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും ഇത് പാർട്ടിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ചർച്ച ചെയ്യുന്നു. ശ്രീമതി ഷാഹിദ കമാൽ അത് സമ്മതിച്ചു. പക്ഷേ ഈ കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ അവിടെ ഇവിടെയും ഒറ്റപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ലേ പറയുന്നു. അല്ല, ഇതിനകത്ത് ഒരു പ്രധാന കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഈ കേരളത്തിൽ നടക്കുന്ന ഇത് തദ്ദേശ സ്വയംഭരണങ്ങളിൽ സ്ഥാപനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പാണ്. ഇതിന് നമ്മൾ കേരളത്തിലെ മൊത്തം ഒരു ജനത്തിന്റെ മനസ്സായി കാണരുത്. ഇത് പറഞ്ഞത് ആരാണ്? മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ഇത് ഈ സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാകുന്നതാണ്. അങ്ങനെ ആരും പറയാൻ പാടില്ലല്ലോ. ഇത് പ്രാദേശിക ഫലം നമ്മൾ വിലയിരുത്തുമ്പോൾ ഇപ്പൊ മലപ്പുറത്തുണ്ടായ പരാജയത്തിന്റെ കാരണമാണോ തിരുവനന്തപുരത്തുണ്ടായ പരാജയത്തിന്റെ കാരണം? അല്ലല്ലോ. ഓരോ പ്രദേശത്തും അല്ല, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ ഇപ്പൊ സസൂക്ഷ്മം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരിക്കലും ഞാൻ അങ്ങനെ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ വന്ന റിസൾട്ടിന് പരിമിതിയുണ്ട്. ശ്രീ ജേക്കബ് ജോർജ് അങ്ങനെ പറയാൻ അതല്ല, നമ്മൾ ഈ റിസൾട്ടിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായ ഒട്ടനവധി ഘടകങ്ങൾ അതിന്റെ വിജയ പരാജയത്തെ നയിച്ചു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ശരിയാണ്. അത് എല്ലാ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിലും അത് സംഭവിക്കും. അതിൽ മാത്രം നമ്മൾ ഊന്നു നിന്നിട്ട് കാര്യമില്ല. LDFനും അത് പറഞ്ഞു നിൽക്കാൻ പലയിടത്തും ചില തിരിച്ചടികൾ അവർക്കും ഉണ്ടായിട്ടുണ്ട്. BJPക്ക് മൊത്തത്തിൽ 2010-ലാണല്ലോ UDFന് ഇത്രയും ഒരു മുന്നേറ്റം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണ്ടായത്. അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകൾ കൂടി എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല? അല്ല, ഒരു കോൺഗ്രസിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഏത് പാർട്ടിക്കും, കോൺഗ്രസ് അല്ല CPM-നാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണെങ്കിലും അതിലൊരു ജൈവ വളർച്ചയാണ് വേണ്ടത്, ഓർഗാനിക് ആയിട്ടുള്ള വളർച്ച. ഇപ്പം നമ്മുടെ ശ്രീധരൻപിള്ള ഉള്ളതുകൊണ്ട്, ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള ഉള്ളത്, ഞാൻ BJP തുടങ്ങാം. BJPക്ക് സ്വാഭാവികമായിട്ട് ഇവിടെ അതിൻ്റെ വളർച്ചയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. നരേന്ദ്രമോദി ഒരു വലിയ ഹീറോ ആയിട്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവർക്ക് ഒരു ന്യായമായ വളർച്ച ഉണ്ടാകുമായിരുന്നു. ആ വളർച്ചയാണ് നമ്മളിപ്പം കാണുന്നത്. പക്ഷേ BJP നേതാക്കന്മാർ തന്നെ പറയുന്നു, അയ്യോ വെള്ളാപ്പള്ളി വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ സ്ഥിതി എന്താകുമായിരുന്നു, വെള്ളാപ്പള്ളി വന്നുകൊണ്ട് മാത്രമാണ് ഇത്ര സീറ്റ് കിട്ടിയത്, ഇത്തവണ ഇതാ 10 മിനിറ്റ് മുമ്പ് ജോർജ് കുര്യൻ പറയുക. അങ്ങനെ പറയുന്ന നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് വഴക്കാണല്ലോ. ഗ്രൂപ്പ് വഴക്കെന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് നേതാക്കന്മാർ മാത്രമേ തടിച്ചു കൊഴുത്തിട്ടുള്ളൂ. ഗ്രൂപ്പ് നേതാക്കന്മാരൊക്കെ മന്ത്രിമാരാകുന്നു, രാജ്യസഭയിലേക്ക് പോകുന്നു, ആ സ്ഥാനം വിടുന്നില്ല. കോൺഗ്രസിൽ അങ്ങനെ നേതൃത്വം അങ്ങനെ ഹെവിയായിട്ട് നിൽക്കുകയാണ്. ഇവിടെ KSU, യൂത്ത് കോൺഗ്രസ്, ഇവരൊക്കെ ആന്റണിയൊക്കെ KSU യൂത്ത് കോൺഗ്രസ് എന്നൊക്കെ വന്നവരാണ്. ആന്റണി, ഉമ്മൻചാണ്ടി, സുധീരൻ, സിന്ദാബാദ്. അപ്പോൾ അവരൊക്കെ ഇത് ഇപ്പോഴത്തെ KSU പ്രസിഡന്റ് ആരാ? വല്ല പിടിയുണ്ടോ? ആരെ കുഞ്ഞിങ്ങനെ അറിയാമോ KSU പ്രസിഡന്റ് ആണെന്ന്?
ഒന്ന് ആലോചിച്ചു ഷാഹിദ് അപ്പോൾ അന്നൊക്കെ ഇവർ നമ്മൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഉമ്മൻചാണ്ടിയൊക്കെ വലിയ ഹീറോകളാണ്, ആന്റണിയൊക്കെ ജനനായകന്മാരുടെ പരിവേഷമുള്ള വിദ്യാർത്ഥി നേതാക്കന്മാരാണെന്ന് അദ്ദേഹത്തൊന്നും ഇവിടെ കാണുന്നില്ല. ഇന്നിപ്പോ ഗ്രൂപ്പ് നേതാക്കന്മാരെ തരം താണ ഒരു വകയ്ക്കും കൊള്ളാത്തവരെയാണ് സ്ഥാനാർത്ഥികളാക്കിയത്. ഇവരെ ജനം തള്ളി. ഇപ്പോൾ ഒരു ബാങ്കിൽ പോലും ഉണ്ടല്ലോ, ടെസ്റ്റ് നടത്തി ഇന്റർവ്യൂ നടത്തി നല്ല മെറിറ്റുള്ളവരെ മാത്രമേ എടുക്കൂ. ഏത് സ്ഥാപനവും വിജയിക്കണമെങ്കിൽ നല്ല മെറിറ്റുള്ളവർ ഭരണത്തിൽ കയറണം. ഇനിയിപ്പോ അടച്ചിട്ട് മുറിക്കാതിരുന്നതെല്ലാം കാര്യമായി ചർച്ച ചെയ്ത് ഇതെല്ലാം തീരുമാനമെടുത്ത് ഒരാഴ്ചക്കകത്ത് എല്ലാം പരിഹരിക്കാൻ പോവുകയാണോ ശ്രീ ജേക്കബ് ജോർജ്? അതോ ഇത് പ്രശ്നം തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ? പ്രതാപനൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇത് കേരളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ്. ഇവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ നോക്കണം, വിലയിരുത്തണം എന്നുള്ളത് ബാർക്കോഴ ഉൾപ്പെടെയുള്ളത് പ്രശ്നമായെന്ന് പറഞ്ഞു. അല്ല, ഇതുപോലെയുള്ള തിരിച്ചടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് പാർട്ടിക്കകത്തും പ്രശ്നം ഉണ്ടാവും. ആ ന്യായമായ പൊട്ടിത്തെറി ഉണ്ടാവണമല്ലോ. ഉണ്ടായെങ്കിൽ മാത്രമല്ലേ പാർട്ടിക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പറ്റൂ, ഏത് പാർട്ടിയാണെങ്കിലും. അതുകൊണ്ട് തീർച്ചയായിട്ടും പൊട്ടിത്തെറി ഉണ്ടാവും. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, എന്തായാലും ഇവിടെയും വീണ്ടും ജേക്കബ് ജോർജ്, താങ്കളുടെ സുഹൃത്ത് നിഷ്പക്ഷനായ ശ്രീ ജേക്കബ് ജോർജ് തന്നെ പറഞ്ഞൊരു കാര്യത്തെയാണ് ഞാനിപ്പോൾ കടമെടുക്കുന്നത്. അതായത് നരേന്ദ്രമോദി ഇഫക്റ്റ്, ഈ BJP വെള്ളാപ്പള്ളി സഖ്യം, നിങ്ങളൊരു ബദലാണെന്നുള്ള പ്രചരണം എല്ലാം കൊണ്ടും നിങ്ങൾക്ക് നല്ല സമയമായിരുന്നു. CPM-നെ അരുവിക്കരയിലേക്ക് തകർത്ത് നിങ്ങൾ 2ാം സ്ഥാനം എത്താനുള്ള അടുത്തുവരെ എത്തി, വിറപ്പിച്ചു. അതിനുശേഷം ഉണ്ടായ മാറ്റങ്ങൾ, ഓരോ ഘട്ടത്തിൽ SNDP-യുടെ ശാഖയിലെ ആളുകളെയൊക്കെ കൂട്ടിച്ചേർത്ത് നിങ്ങൾ നടത്തിയ വലിയ മുന്നേറ്റങ്ങൾ, ഇത് ചാനൽ ചർച്ചകളിൽ അവരുടെയൊക്കെ സാന്നിധ്യം, നിങ്ങളുടെ ഒരു വലിയ ശക്തി, അകത്ത് പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും അത് പുറത്ത് കാണിക്കാതെ ഇതുപോലെ ചിരിച്ചുകൊണ്ട് തന്നെ ശ്രീധരൻപിള്ളയൊക്കെ അത് നേരിട്ടു. എന്നിട്ടും ശ്രീധരൻപിള്ള ഒരു പഞ്ചായത്ത് ആണ് എടുത്തു കാണിക്കാനുള്ളത്, അല്ലെങ്കിൽ ചില പഞ്ചായത്തുകളാണ് എടുത്തു കാണിക്കാനുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ, തിരുവനന്തപുരം എന്ന ഒറ്റപ്പെട്ട ശ്രീ രാജഗോപാൽ ഒക്കെ നേടിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നേടിയ 62 വാർഡുകളിലെ മുന്നേറ്റം ഇല്ലാതെ ഇപ്പോൾ 34ലേക്ക് താഴെ വന്നുള്ള മുന്നേറ്റം. കാസർഗോഡ് അത്രത്തോളം പോയില്ല, പാലക്കാട് ഒന്നാമതെത്തി. ഇങ്ങനെ ചില സ്ഥലങ്ങളിലുള്ള ഒറ്റപ്പെട്ട ചില മുന്നേറ്റങ്ങളല്ലാതെ നിങ്ങൾ ഇതും വെച്ചുകൊണ്ട് എങ്ങനെയാണ് സംസ്ഥാനം പിടിക്കാൻ പോകുന്നത്? ലാല, എന്നെ എത്ര പ്രകോപിപ്പിച്ചാലും ഞാൻ പ്രകോപിതനാവില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇത് അമ്പരപ്പിക്കുന്നത് 2 മുന്നണികളെയുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുക. 40 കൊല്ലത്തെ മുന്നണി രാഷ്ട്രീയത്തിൽ മൂന്നാമത് തന്നെ ഒരിക്കലും വെച്ചു പൊറുപ്പിച്ചിട്ടില്ല. അതിനെ മുള മേലോട്ട് വരാൻ സമ്മതിച്ചിട്ടില്ല. അത് മാറിയിരിക്കുന്നു. അതിൽ വെള്ളാപ്പള്ളിക്ക് പങ്കുണ്ട്. ജേക്കബ് എന്ന് മുതലേ അതിൻ്റെ എതിരാളിയാണ്. കാരണം അദ്ദേഹം ഇതിലിങ്ങനെ എപ്പോഴും പറയും ഞങ്ങൾ വലിയ ആൾക്കാരാണ്, ഇയാൾ വന്നുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയല്ല, ഇത് ജനങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടിയിരിക്കുന്നു. 3ാം ശക്തിക്ക് വോട്ട് ചെയ്താൽ വിജയിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. നാളത്തെ അസംബ്ലി കൂടെ ഞങ്ങൾ അതങ്ങനെ ആ വെള്ളാപ്പള്ളി ചേട്ടനും എല്ലാം കൂടെ ഞങ്ങൾ ഒന്നിച്ചങ്ങ് പൊക്കോട്ടെ, നിങ്ങൾ ഈ രാത്രി ഇടങ്കോലിടാൻ നിന്നാൽ മതി. അപ്പൊ അതോടെ ഞങ്ങള് ഇവരുടെ 20% വോട്ടൊക്കെ കിട്ടില്ല. 20% അത് പോരെ? ശ്രീ ശ്രീധരൻപിള്ള, ഈ ഒരു പ്രതിരോധത്തിൽ വെള്ളാപ്പള്ളി ഈ ഘട്ടത്തിൽ നിന്നില്ലായിരുന്നുവെങ്കിൽ, അതുമല്ലെങ്കിൽ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള അവർ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ, ഈ ബീഫിൻ്റെ ചർച്ചയൊക്കെ അനാവശ്യമായി ഈ ഘട്ടത്തിലൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മാന്യമായി മുന്നേറാമായിരുന്നില്ലേ? അല്ല, ഇതിപ്പോൾ ഒരുപാട് കാര്യം ലാൽ ഒരുപാട് കാര്യം അതിൻ്റെ തിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെ പറഞ്ഞാലും എനിക്കത് വിശദീകരിക്കാനുള്ള സമയം ഉണ്ടാവില്ല. കാരണം ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഒരു 3ാം ശക്തിയാണ് വേണ്ടത്. LDF UDF എന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് വരും ഇനിയിപ്പം. കാരണം BJP-യുടെ കൂടെ നിന്നാൽ ഒരു 18% 20% ഒക്കെ വോട്ട് കിട്ടിയേക്കാനാണ് സാധ്യത. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 15-20% വോട്ട് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, ഈ 2 മുന്നണികൾക്ക് എത്ര ജനപിന്തുണ? ഇത്രയും പാർട്ടികളെ ഒന്നിച്ചു കൂട്ടിയിട്ട് അവർക്ക് എത്ര ശതമാനമാണ്? CPM-ന് കേരളത്തിൽ 15% കോൺഗ്രസ് പാർട്ടിക്ക് 20% വോട്ട് കിട്ടും. അപ്പൊ അതിലേക്ക് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ ആത്മവിശ്വാസം എന്തുകൊണ്ട് അത് പറ്റിയില്ല എന്നുള്ളതിന്റെ ഒരു പ്രശ്നമാണ് ഞാൻ ചോദിച്ചത്. ബീഫ് താങ്കൾ തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടിയല്ലോ, ശ്രീ ബിനോയ് വിശ്വം നോട്ടീസ് കൊണ്ടിട്ട കാര്യം, അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷമായോ? ആ നോട്ടീസ് കൊണ്ടിട്ട് നിങ്ങൾക്കെതിരായി പറഞ്ഞപ്പോൾ ഇത് പറയുമ്പോൾ അല്ല, ഞാനൊരു കമ്മ്യൂണിസത്തിൻ്റെ അപജയമാണ് പറഞ്ഞത്. ഹിന്ദുക്കളുടെ വീട്ടിലെ ഒരു പ്രത്യേക നോട്ടീസ്, അത് കഴിഞ്ഞ് മുസ്ലിമിൻ്റെ വീട്ടിൽ വേറെ നോട്ടീസ്, NDF-കാരുമായിട്ട് കൂടിയിരിക്കുന്നു. പരിയാരത്ത് മത്സരിക്കുന്നത് എങ്ങനെയാണ്? കോട്ടയ്ക്ക് മത്സരിക്കുന്നത് എങ്ങനെയാണ്? ജമാഅത്തെ ഇസ്ലാമോട് കൂടി ആരോടാ കൂടാത്ത CPM ഇത്തവണ? ഞാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ തെളിവ് തരാം.
ഈ നാണംകെട്ട വിജയമാണിത്. അതുകൊണ്ടാണ് ഞാൻ നാണംകെട്ട വിജയമായത്. കാരണം ഒരടിസ്ഥാന പ്രമാണത്തെ മതേതര കക്ഷി എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. അതിനെയെല്ലാം കളഞ്ഞിട്ട് ഈ കടുത്ത വർഗീയത മനുഷ്യ മനസ്സുകളിലേക്ക് പമ്പ് ചെയ്ത കുറ്റത്തിന് ഇന്നല്ലെങ്കിൽ നാളെ CPM കനത്ത വില കൊടുക്കേണ്ടി വരും. ഇപ്പം തന്നെ താഴോട്ട് വന്ന് ഉപ്പ് വെച്ച കലം പോലെ ആകുക, അത് കുറച്ചുകൂടെ മോശമാകാനുള്ള സാധ്യതയിലേക്കാണ് അത് പോകുന്നത്. ശരി, ശ്രീ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞതൊക്കെ സമ്മതിക്കാം. അതിന് TN സീമ ഇവിടെ ഉണ്ട്, മറുപടി പറയുമായിരിക്കും, മറ്റുള്ളവരും അതിനോട് പ്രതികരിക്കും. പക്ഷേ എൻ്റെ ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഇത്രയും ശ്രമിച്ചിട്ടും നേടിയത് ഇത്രയാണെങ്കിൽ ഇനി ഒരു 6 മാസം കൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് കൂട്ടാൻ പോകുന്നത്? ഇനി വേറെ എവിടെയാണ് ഈ വോട്ട് കണ്ടുവച്ചിരിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഇതിൽ കൂടുതൽ നേടാൻ പോകുന്നത്? ലോക്സഭാ ഇലക്ഷനിൽ നേടിയ തിരുവനന്തപുരത്തെ കാര്യം പോലും താഴോട്ട് വന്ന സ്ഥിതിക്ക്. ലാലെ, പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥിതി വെച്ചിട്ടാണോ ലോക്കൽ ബോഡി ഇലക്ഷൻ നമ്മൾ വിലയിരുത്തേണ്ടത്? അങ്ങനെ ഒരു തിയറി നിങ്ങൾ ഇതുവരെ, താങ്കളൊരു നല്ല ആങ്കറായിട്ടുള്ള ആളാണ്, ഇതുവരെ ഇല്ലല്ലോ. ഞങ്ങളുടെ കാര്യം വരുമ്പോൾ എന്താ ഇങ്ങനെ ഇതൊക്കെ പറയുന്നത്? അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സാധ്യത, അനന്തമായ സാധ്യത വന്നിരിക്കുന്നു. അതിലിപ്പം എന്തായാലും 20% വോട്ടോളം വരുമെന്നാണ് നിങ്ങൾ വിലയിരുത്തുന്നത്. അല്ലെങ്കിൽ ഒരു 15% 20% വോട്ട് കിട്ടും. ഏത് നേതാക്കന്മാരാ സീറ്റുകളിൽ നിന്നുകൊണ്ട് അഹങ്കാരം പറഞ്ഞിട്ടുള്ളത്? അയ്യോ, നമ്മൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കറിയില്ല, എനിക്ക് എൻ്റെ ശ്രദ്ധയിൽ അത് ഇതുവരെ വന്നിട്ടില്ല. നിങ്ങളുടെ ആരും പ്രത്യേകമായിട്ട് സ്വകാര്യം തിരുവനന്തപുരത്ത് ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ മൂന്നാം ശക്തിക്ക് സ്ഥലമില്ലാത്ത സ്ഥലം ഉണ്ടായിരിക്കുന്നു. അത് ശ്രീധരൻപിള്ള തിരുവനന്തപുരത്ത് മാത്രമേ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടുള്ളൂ. തിരുവനന്തപുരത്ത് നല്ല സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും 33 സീറ്റ് തിരുവനന്തപുരം നഗരത്തിൽ. ഓരോന്ന് പറയാനായിട്ട് കോർപ്പറേഷനുകളിൽ എടുക്കുക. നഗരസഭയിൽ 6 വട്ടപൂജ്യം കോഴിക്കോട് 0 ആയിരുന്നു. 0 ഞങ്ങൾ 7ലേക്ക് എത്തിയില്ലേ? അല്ലല്ല, ബാക്കി ഞാൻ പറയാം. നിങ്ങൾ അവിടെ മാത്രം തിരുവനന്തപുരത്ത് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. കോഴിക്കോട് 7ലേക്ക് എത്തിയില്ല, തൃശ്ശൂർ 6ലേക്ക് എത്തിയില്ല. ഇതൊക്കെ 2 മുന്നണികളുടെ കേരളത്തില് നായാടി മുതൽ നമ്പൂതിരി വരെ കേന്ദ്രത്തില് നരേന്ദ്രമോദിയുടെ പ്രഭാവം, പിന്നെ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും കൂടെ ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. മാത്രമല്ല, എത്രയോ വർഷമായിട്ട് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി, മുൻപ് ഭരിച്ച പാർട്ടി, എത്രയോ പഴക്കമുള്ള രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടി ഇത്രയും കോലാഹലം കാട്ടിയിട്ടും അവർക്ക് ഈ സ്പേസ് അല്ലേ കിട്ടിയോളൂ. അപ്പോൾ അവർക്ക് എവിടെ നേട്ടം ഉണ്ടായെന്ന് പറയാൻ പറ്റും? എവിടെ? മറുപടി പറയുന്നില്ല ശ്രീധരൻപിള്ള. എന്നോടാണോ എനിക്ക് അവരെ, ഞാൻ ഒരു കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഇന്ന് ബഹുഭൂരിപക്ഷം 26 സംസ്ഥാനങ്ങളിൽ 3ാമത്തെ 4ാമത്തെ കക്ഷിയാ. ഈ ഭാവിയിൽ ഒന്നും അത് രക്ഷപ്പെടാൻ പോകുന്നില്ല. കേരളത്തിലും അതിന്റെ തുടക്കമാണ്. ആ തുടക്കം ഞങ്ങൾക്ക് വളക്കൂറാവും. അതാണ് എന്റെ സന്തോഷം. 1.5 വർഷം ആയതേ ഉള്ളൂ. ശ്രീ നരേന്ദ്രമോദിയുടെ പ്രഭാവമൊക്കെ തീർന്നു. കാരണം തുടർച്ചയായി 10 വർഷം ഭരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് 1.5 വർഷം മുമ്പ് അധികാരത്തിൽ വന്നത്. ഇപ്പൊ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നാലും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA സഖ്യം അധികാരത്തിൽ വരും. ആ അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ പോക്ക്. നാളെ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ പോവുക. അതുകൊണ്ട് കഴിയുമ്പോൾ BJP തീരും. ഈ നരേന്ദ്രമോദിയും ബീഫും ഈ പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടെ ചേർന്ന് ഈ കേന്ദ്ര BJPയുടെ നിലപാടുകളെല്ലാം ഇവിടെ നിങ്ങൾ കൂടുതൽ പ്രചരിപ്പിച്ച് പല അർത്ഥത്തിൽ ജനങ്ങളെ ഇളക്കി BJPക്കെതിരായി തിരിച്ചതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം അവർക്കുണ്ടായത്, നിങ്ങൾക്ക് ഈ വിജയം ഉണ്ടായത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രത്യേകിച്ച് ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടെയാണല്ലോ BJP മുന്നേറ്റത്തിന്റെ അവകാശപ്പെടുന്നത്. അവിടെ അല്ല ഞാൻ പറയുന്നു, അവരെ വലിയ ഈ മുന്നേറ്റം ഈ പറഞ്ഞ പോലെ കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമാണ്. അവിടെ പോലും നടന്നിട്ടുള്ള കാര്യം, ഈ വിഷയങ്ങളെല്ലാം അവിടെയൊക്കെ എല്ലായിടത്തും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇളക്കി മറിക്കാൻ വേണ്ടിയുള്ളൊരു വിഷയമായിട്ടല്ല ഇടതുപക്ഷം കരുതിയിട്ടുള്ളത്. കാരണം ഇന്ത്യ ആകെ തന്നെ 1.5 വർഷത്തിനിടയിൽ ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണത്തിനിടയിൽ വന്നിട്ടുള്ള വർഗീയ കലാപങ്ങൾ, ഏറ്റുമുട്ടലുകൾ, അതുപോലെ തന്നെ നിരപരാധികളായിട്ടുള്ള ആളുകളുടെ കൊലപാതകങ്ങൾ, ഈ വിഷയങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും മതേതരത്വ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് എന്നുള്ള സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുമാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നത് BJPയുടെ ഈ വളർച്ച കഴിഞ്ഞ ദിവസം ഇവിടെ തന്നെ ഈ ചാനലിൽ തന്നെ ഒരു ചർച്ചയിൽ BJPയുടെ നേതാവ് പറയുകയുണ്ടായി, ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇടതുപക്ഷത്തെയാണ്.
അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ വാസ്തവത്തിൽ ആ രീതിയിൽ കൂടി ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ വിശകലനം ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ എങ്കിൽ പോലും പലയിടത്തും വന്നിട്ടുള്ള റിസൾട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ UDF 3-ാം സ്ഥാനത്തേക്കോ കെട്ടിവെച്ച പൈസ പോലും കിട്ടാത്ത ഘട്ടത്തിലേക്കോ പോയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ BJP അവരുടെ മാത്രം കഴിവുകൊണ്ട് എന്നുള്ള നിലയിൽ അവകാശമാണ് ഇപ്പൊ അവർ പറയുന്നത്. പക്ഷെ ഇതിനകത്ത് ഈ വെള്ളാപ്പള്ളി ചേട്ടനെ എല്ലാം വിളിച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. എത്ര അപകടകരമായിട്ടുള്ള ഒരു മതവർഗീയ ഇക്വേഷൻസ് ആണ് ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണ എനിക്കറിയാം, അദ്ദേഹം പറഞ്ഞല്ലോ, ശ്രീധർമ്മപിള്ള സാർ പറഞ്ഞു, വീടുകളിൽ പോയി CPM പലതരത്തിലുള്ള നോട്ടീസ് കൊടുക്കുന്നു. എത്ര ഓരോ വീടുകളിലും കയറി ചെന്ന് ഒരൽപ്പക്കത്ത് ഒരാൾ ഈഴവയാണെങ്കിൽ അടുത്ത ആൾ നായരാണെങ്കിൽ രണ്ടിടത്തും രണ്ടു തരം വർത്തമാനം പറഞ്ഞ് അത്തരത്തിലുള്ള ഒരു അണ്ടർ കറണ്ട് എന്ന നിലയിലേക്ക് പിന്നെ ജാതി ധ്രുവീകരണം BJPയുടെ പ്രചരണം നടത്തിയിട്ടുണ്ട്. ശ്രീ CP ജോൺ കൂടി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ CP ജോൺ, താങ്കൾ രാഷ്ട്രീയത്തിന് അതീതമായി കാര്യങ്ങളെ അക്കാദമികമായി കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ താടി മാത്രം കണ്ടിട്ടല്ല ഞാൻ പറയുന്നത്, അല്ലാതെ തന്നെ താങ്കൾക്ക് അങ്ങനെ ഒരു പരിവേഷമുണ്ട്. രാഷ്ട്രീയക്കാരെന്നുള്ളതിന് ഉപരിയായിട്ടുള്ള ഒരു കാര്യങ്ങളെ ബുദ്ധിപൂർവ്വം തന്നെ കാണുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ പ്ലാനിംഗ് ബോഡി കൊടുത്തിരിക്കുന്നത്, പ്ലാനിംഗ് ബോർഡിൽ ആ ബുദ്ധി കൂടെ കണ്ടായിരിക്കുമല്ലോ അവിടെ കേട്ടിട്ടുണ്ടാവുക. ശ്രീ CP ജോൺ, എന്തായാലും മുഖ്യമന്ത്രി അരുവിക്കര തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, മത്സരം BJPയുമായിട്ടാണ് UDF, CPM 3-ാമത് പോവും എന്നുള്ളത്. അതിനവിടെ ചില ഫലങ്ങൾ കണ്ടതായി എല്ലാവരും വിലയിരുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ അത് തിരിച്ചടിയായിരിക്കുകയാണോ? അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് പിന്നീട് ഇങ്ങോട്ട് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ മാറ്റം ഇപ്പം UDFന് തിരിച്ചടിയെന്നും BJPക്ക് അല്പം നില മെച്ചപ്പെട്ടു എന്നും LDF മുന്നേറ്റം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിച്ചു. ഇതിലിപ്പോൾ BJPക്ക് കുറച്ച് മുന്നേറ്റം ഉണ്ടായെന്നുള്ളത് സത്യം. അതിപ്പോൾ നമ്മൾ തർക്കിച്ചിട്ട് എന്തിനാ സമയം കളയുന്നു, യാഥാർത്ഥ്യം. അത് മാറ്റിവെച്ചാൽ ഈ LDF UDF എന്നുള്ള ആ ഡിവിഷൻ ഉണ്ടല്ലോ, അവിടെ പരമ്പരാഗത ശത്രുക്കൾ, ഞങ്ങൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ പൊതുവിൽ 60-40 ആണ്. 60 എപ്പോഴും LDFനും 40 UDFനും എന്നാണ് പൊതുവായൊരു കണക്ക്. പക്ഷെ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ ബൈ ഡിഫോൾട്ട് ഞങ്ങളെപ്പോലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു 3-2 ഭൂരിപക്ഷം ഞങ്ങൾക്ക് കിട്ടി. അത് CPM ഗ്രൂപ്പുകളൊന്നും കാര്യമില്ല. അതെ, കാരണം എന്താ അവിടെ, അതാ ഞാൻ ബൈ ഡിഫോൾട്ട് എന്ന് പറഞ്ഞത്. അത് ശക്തിധരൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എൻ്റെ പണി കുറഞ്ഞു ഉള്ള കാര്യമോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു റിയൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ജസ്റ്റ് അബവ് 40%. പക്ഷെ അത് എന്നേക്കുമായിട്ട് 40 രീതിയിലല്ലല്ലോ. ഞാൻ പറഞ്ഞോട്ടെ. ഇനി അരുവിക്കരയിൽ എത്ര കിട്ടിയത്? അരുവിക്കരയിൽ LDF 32% കുറഞ്ഞപ്പോൾ 40% ഞങ്ങൾ 10,000 വോട്ടിന് ജയിച്ചു. പക്ഷെ ഞങ്ങൾക്കൊരു 45-ന് മുകളിൽ 50-യുടെ അടുത്തേക്ക് വരേണ്ടതായിരുന്നു. ഞങ്ങൾ എബവ് 50 വരേണ്ടതായിരുന്നു. ഇതിനെ ന്യായീകരിക്കുകയൊന്നുമില്ല. ഞങ്ങൾ ഇന്നത്തെ ഒരു ഇലക്ഷൻ ക്യാമ്പയിനെല്ലാം പങ്കെടുത്ത ഒരാളെന്നുള്ള നിലയ്ക്ക് എബവ് 50 കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കിയത്. പക്ഷേ അതിലിപ്പോൾ ഒരു 40-43 എത്ര പെർസെൻറ്റേജ് കറക്റ്റ് വരുന്നേ ഉള്ളൂ. എങ്കിലും കിട്ടിയ കണക്കനുസരിച്ച് അബവ് 40-43% ഞാൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ, എല്ലാ കാലത്തും അവർക്ക് 60-ക്ക് അടുത്തുണ്ടായിരുന്നു. തദ്ദേശ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, ബംഗാൾ ആവർത്തിക്കും എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അല്ല, അത് പറയുന്നവർ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ നിങ്ങൾ അക്കാഡമിക്ക് നോക്കാൻ നേരത്തെ ചില വിശേഷണം ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു ലോക്കൽ ഗവൺമെൻറ് പെർഫോമൻസിലേക്ക് UDF വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാതെ UDF ഒലിച്ചു പോയി എന്നുള്ള തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. 1. 2, LDFന് ഞങ്ങളെക്കാളും കുറച്ചുകൂടെ 50% കിട്ടി. അവരും അവരുടെ മാക്സിമത്തിൽ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അവർക്ക് 60% വരെ 1995, 2000 ഒക്കെ നടന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് 65% മുകളിൽ അവർക്ക് കിട്ടിക്കൊണ്ട്. പക്ഷേ എന്തായാലും നിങ്ങൾ 2006-ന് ശേഷം ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കുറെ കാര്യങ്ങളിൽ ഇപ്പൊ ഒരു ബ്ലോക്ക് ഉണ്ടായിരിക്കുന്നു. ഇല്ല, വെയിറ്റ്. നമ്മൾ ഈ 2006-ന് ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ 5 കൊല്ലക്കാലത്ത് നടന്ന പഞ്ചായത്ത് മുനിസിപ്പൽ ഉപതെരഞ്ഞെടുപ്പുകളൊന്നും എടുത്തേ. അതിലൊക്കെ 65% 70% UDFന് ഉണ്ടായിരുന്നു. അക്കാഡമിക് ബി അക്കാഡമിക്, അതായത് കഴിഞ്ഞ 5 വർഷക്കാലത്തിനൊപ്പമായിരുന്നു. അതാണ് സത്യം. ഈ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിയാൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടിനേക്കാളും വളരെ താഴെയല്ല ഞങ്ങൾ. അതാണ് പോയിന്റ്. ഇപ്പൊ തന്നെ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ശ്രീ CP ജോൺ, തിരുവനന്തപുരം ഉദാഹരണമായിട്ട് എടുക്കാം. തിരുവനന്തപുരത്തേക്ക് വരാം. തിരുവനന്തപുരത്തെ മുഖ്യ പ്രതിപക്ഷമാണ്.
ആ മുഖ്യ പ്രതിപക്ഷം 3-ാം സ്ഥാനത്തേക്ക് പോയി ലാലേ, എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം- ആന്റി ഇൻകംബൻസി ഉപയോഗപ്പെടുത്തേണ്ടതായിരുന്നില്ലേ? തിരുവനന്തപുരം നമുക്ക് പ്രത്യേകമായിട്ട് തന്നെ എടുക്കണം. തിരുവനന്തപുരം പ്രത്യേകമായിട്ട് എടുക്കുമ്പോൾ നമ്മൾ 2-3 കൊല്ലത്തേക്കൊന്നും പുറകോട്ട് പോയിട്ട് കാര്യമില്ല. തിരുവനന്തപുരം പുറകോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 84-ലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 2-ാം സ്ഥാനത്ത് വന്ന പാർട്ടിയാണ് BJPയുടെ ആദ്യ രൂപമായിട്ടുള്ള ഹിന്ദുമുന്നണി. BJP അന്നുണ്ട്, ഹിന്ദുമുന്നണി. അപ്പോൾ 84-ൽ 2-ാം സ്ഥാനത്ത് കേരളവർമ്മ രാജ 2-ാം സ്ഥാനത്ത് വന്നത് മുതൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. അതിനാണ് EMS പോളിറ്റ് ബ്യൂറോ ലെറ്ററിലൂടെ ശ്രദ്ധിക്കാൻ പറഞ്ഞതും MVR ബദൽ രേഖ കൊണ്ടുവന്നതും. അത് പടിപടിയായി വന്ന് NDPയുടെ പൂർണ്ണമായ പിന്മാറ്റത്തോടുകൂടി BJPയിലേക്ക് അത് മാറി. ഇതിന് മുൻപാണെങ്കിലോ തിരുവനന്തപുരം പൊളിറ്റിക്സ് നമ്മൾ എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും, കേരള രാഷ്ട്രീയം എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും. നിങ്ങൾ അക്കാഡമിക് എന്ന് പറഞ്ഞുകൊണ്ടാണ് 960-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 15% PSPക്ക് ഉണ്ടായിരുന്നു. ഒരിക്കലും നമ്മൾ ധരിക്കരുത് LDFും UDFും മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മാത്രമാണ് കേരള രാഷ്ട്രീയത്തിൽ വോട്ട് നേടിയെന്ന് ധരിക്കരുത്. കേരള രാഷ്ട്രീയത്തിൽ PSPക്ക് 15% വോട്ടുണ്ടായിരുന്നു പട്ടനാളുള്ള സാറിൻ്റെ പാർട്ടിക്ക്. ആ സ്പേസ് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു.